മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച് സിനിമാരംഗത്ത് സജീവമായി പയ്യന്നൂരടാട്ടെ ബീനാജി. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. മികച്ച അഭിനയത്തിലൂടെയും പ്രേക്ഷക ശ്രദ്ധ നേടിയും സിനിമാരംഗത്ത് സജീവമാകുകയാണ് പയ്യന്നൂരടാട്ടെ ബീനാജി എന്ന വീട്ടമ്മ. അതുവഴി ഇതുവഴി പല വഴി അതിലൊരു വായു പൂമ്പാറ്റേ. ഇതിനകം നിരവധി സിനിമകളിലൂടെയും ആൽബങ്ങളിലൂടെയും അഭിനയം കാഴ്ചവെച്ചിരുന്നു. പ്രകാശ് വാടിക്കൽ സംവിധാനം ചെയ്ത സുഖിനോ ഭവന്തു, യു പ്രസന്നകുമാർ സംവിധാനം ചെയ്ത കാമൻ, വില്ലേജ് വാർ, പ്രമോദ് കാപ്പാട് രചനയും സംവിധാനവും നിർവഹിച്ച് പ്രശസ്ത സംഗീത സംവിധായകൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ സംഗീത സംവിധാനം നിർവഹിച്ച ആൽബങ്ങളായ തിരയോണം, തെരുവോണം എന്നിവയിലെയും ശ്രദ്ധേയമായ അഭിനയ മുഹൂർത്തങ്ങളാണ് ബീനാജി സമ്മാനിച്ചത്. സ്കൂൾ യുവജനോത്സവങ്ങളിലൂടെയാണ് ബീനാജി കലാരംഗത്തേക്ക് കടന്നു വരുന്നത്. കലാമത്സരങ്ങളിൽ പങ്കെടുത്ത് നിരവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിരുന്നു. നഴ്സിംഗ് മേഖലയിലാണ് ജോലി ചെയ്തിരുന്നത്. 3 വർഷമായി അഭിനയ രംഗത്ത് സജീവമാണ്. ഇതിനകം നിരവധി പരസ്യചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. ഫീൽഡിലെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും നല്ല കെയറിങ്ങും ഇതൊക്കെ ആയിരുന്നു. ഒരുപാട് ആൾക്കാർ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ തെരുവോണം എന്ന് പറയുന്നത് അഭിനയിക്കാൻ അതിൽ ഈ പ്ലാസ്റ്റിക് പറക്കുന്ന ഒരിതാണ്. അതെങ്ങനെയാണെന്ന് അറിയണം. അവരുടെ ആ പ്ലാസ്റ്റിക്കിന്റെ ഗോഡൌണിൽ പോയി അവരെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് അത് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുള്ളത്. അവരുടെ അനുഭവങ്ങള്, അപ്പൊ അവരുടെ ആ വണ്ടി ഉണ്ട് എടുക്കുന്നത്, അതൊക്കെ എടുത്ത് ഈ പ്രകാശൻ ചെങ്ങലാണ് അതിന്റെ പേരായിട്ട് അഭിനയിച്ചത്. അപ്പൊ 2-3 കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ ഗോഡൌണിൽ പോയി അവിടുന്ന് സാധനം പെറുക്കി റോഡില്, ബസ് സ്റ്റാൻഡില്, പഴയങ്ങാടി ബസ് സ്റ്റാൻഡിലൊക്കെ പോയിട്ടാണ് ചെയ്തത്. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു നമ്മളെ ജീവിതത്തിൽ തന്നെ നല്ലൊരു അനുഭവമായിട്ടാണ് തോന്നിയത്. പിന്നെ സിനിമയിൽ എന്ന് പറയുന്ന ഒരു വയസ്സായ ഒരു ഉമ്മയാണ്, കദീഷുമ്മ എന്ന് പറയുന്നത്. അതും നന്നായി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിനൊക്കെ ഇവരുടെ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. പ്രമോദ്, പ്രകാശൻ ചെങ്ങല്, പിന്നെ നമ്മളെ സംവിധായകൻ സാർ, എല്ലാവരും. ഇത് കൊണ്ടുവന്നത് കുറിഞ്ഞി സിനിമേന്റെ ഗിരീഷ് കുന്നുമ്മൽ എന്ന് പറയുന്ന സംവിധായകനാണ്. അവർ കാരണമാണ് സിനിമയിൽ എത്തിയത്. പിന്നെ അഭിനയിക്കാനുള്ള അവസരം പറഞ്ഞത് പ്രകാശ് വാടിക്കൽ സാറുമാണ്. ഇപ്പൊ ചെയ്യുന്ന അവിടെയും എല്ലാം ഇന്ദ്രൻ ചേട്ടന്റെ മരുമകനുണ്ട്, പിന്നെ വാഴ സിനിമയിലെ ഉണ്ണിയേട്ടനുണ്ട്. അവരാണ് എന്റെ ഹസ്ബൻഡായിട്ട് അതിൽ ചെയ്യുന്നത്. അതിപ്പം പകുതിയായിരിക്കുന്നത്. എന്തായാലും അതും എല്ലാം നല്ലൊരു അനുഭവമായിട്ടാണ് തോന്നിയത്. എല്ലാ ടെക്നീഷ്യന്മാരായാലും അഭിനയിക്കാൻ വന്ന ആൾക്കാർ, കൂടെയുള്ളവര് എല്ലാം ഭയങ്കര സ്നേഹത്തിലാണ്. കലാനിധി സെന്റർ ഫോർ ഇന്ത്യൻ ആർട്ട് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ 2025 മികച്ച നടിക്കുള്ള കവിയൂർ പൊന്നമ്മ സ്മൃതി പുരസ്കാരത്തിനും ബീനാജി അർഹയായി. നവംബർ 30 ഞായറാഴ്ച കോഴിക്കോട് വെച്ച് നടന്ന ചടങ്ങിൽ അവാർഡ് ഏറ്റുവാങ്ങി. കലാനിധി ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ കവിയൂർ പൊന്നമ്മയുടെ പ്രഥമ പുരസ്കാരം, അതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് എന്റെ ആദ്യത്തെ ഒരു അവാർഡാണ്. അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ ആൽബത്തിന് ഇത് കിട്ടിയിട്ടുണ്ട്, ചലച്ചിത്ര നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു വേറെ എന്തെങ്കിലും അനുഭവമാണ്. അതായത് കുടുംബമായിട്ട് ജീവിച്ച എനിക്ക് പെട്ടെന്ന് സിനിമയിലേക്ക് വന്നു, ആൽബം ചെയ്തു, അതിന് പിന്നെ അവാർഡ് കിട്ടുക എന്നൊക്കെ പറയുന്നത് നമ്മളെ ഏറ്റവും സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പം മക്കളായാലും എല്ലാം ഫുൾ സപ്പോർട്ടായതുകൊണ്ട് ഇതിന് പോവാൻ ഇപ്പം 30-ാം തീയതി കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ അവാർഡ് വാങ്ങാൻ വേണ്ടി പോകുന്നത്. അതിനിങ്ങനെ റെഡി ആയിരിക്കുന്നത് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട്. ആ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ശ്രീമതി ബീനാജിയെ ഞാൻ കണ്ടുമുട്ടുന്നത് വയനാട്ടില് സുഖിനോ ഭവന്തു എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ്.
ആ സിനിമയിലെ അതിൽ പ്രധാന കഥാപാത്രമായ അതിൽ ഉമ്മ വേഷമാണ് അവർ ചെയ്തത്. വളരെ മനോഹരമായിട്ട് അവർ അവതരിപ്പിച്ചിരുന്നു. പിന്നീട് തിരയോണം എന്ന് പറഞ്ഞൊരു ആൽബം പ്രമോദ് കാപ്പാട് രചനയും സംവിധാനം നിർവഹിച്ച് കാഞ്ഞങ്ങാട് രാമേന്ദ്ര മാഷ് സംഗീത സംവിധാനം ചെയ്ത തിരയോണം എന്ന ആൽബം നീലേശ്വരം കടപ്പുറത്ത് വെച്ച ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കടലിന്റെ മക്കളുടെ കഥയാണ് ആ ആൽബം പങ്കുവെക്കുന്നത്. അതിലെന്റെ ഭാര്യയായിട്ട് കടപ്പുറത്ത് ജീവിക്കുന്ന കഥാപാത്രങ്ങൾ അവർ കൃത്യമായി കടലിന്റെ മക്കളെ പഠിക്കുകയും അവരുടെ വേഷഭൂഷാദികൾ അല്ലെങ്കിൽ ചേഷ്ടകൾ ഒബ്സർവ് ചെയ്ത് അത് കൃത്യമായിട്ട് അവതരിപ്പിച്ചിരുന്നു. ഈ കഴിഞ്ഞ ഓണത്തിന് തെരുവോണം എന്ന് പറഞ്ഞ പ്രമോദ് കാപ്പാട് രചനയും സംവിധാനം നിർവഹിച്ച ഒരു ഓണം ആൽബം ഇറക്കിയിരുന്നു. തെരുവിലെ ആക്രിവർക്കി ജീവിക്കുന്ന കുടുംബത്തിന്റെ കഥയാണ് അത് ചെയ്തത്. സൈക്കിൾ വണ്ടിയിൽ പഴയങ്ങാട് ടൗണിലൂടെ പ്ലാസ്റ്റിക് ശേഖരിച്ച് വരുന്ന എൻ്റെ ഭാര്യയായിട്ട് മക്കളെ ഒക്കെ വരുന്ന സൈക്കിൾ ചവിട്ടിയിട്ട് ഇങ്ങനെ പോകുന്നൊരു കഥാപാത്രം വളരെ മനോഹരമായിട്ട് തന്മയത്വത്തോടു കൂടി അവര് കൃത്യമായി ആ സിനിമയിൽ ആ കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ തിരയോണത്തിലെ കഥാപാത്രത്തിനാണ് ഇപ്പോ കവിയൂർ പൊന്നമ്മ കലാനിധി ട്രസ്റ്റിന്റെ കവിയൂർ പൊന്നമ്മ സ്മൃതി പുരസ്കാരം അവരെ തേടി വന്നത്. ഒരുപാട് അവസരങ്ങൾ അവർക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. യു പ്രസന്നകുമാർ സംവിധാനം ചെയ്ത കാമൻ സിനിമയിലെ ഒരു ആസ്ട്രേലിയയിൽ നിന്ന് വരുന്ന ഒരു കഥാപാത്രമായി അവരിപ്പോൾ ചെയ്തു കഴിഞ്ഞു. പുതിയ കുറേ സിനിമകൾ അവർ തേടി വരുന്നു. ആൽബങ്ങളുണ്ട്, TV ഷോകളുണ്ട്. അപ്പം മൊത്തത്തിൽ അവര് ഒരു വളർന്നു വരുന്ന ഒരു കലാകാരിയാണ്. ഏറെ കാലത്തിന് ശേഷം ജീവിതത്തിന്റെ ഒരു പകുതിക്ക് ശേഷമാണ് അവർ രംഗത്തേക്ക് വരുന്നത്. കുടുംബം, മക്കള്, വീട്, അതിന്റെ പ്രാരബ്ധങ്ങൾ അതൊക്കെ ഒരു ഭാഗത്ത് അടുക്കി പറക്കി വെച്ചതിന് ശേഷമാണ് പഴയ ഓർമ്മകൾ, പണ്ട് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അവതരിപ്പിച്ച കലാപരമായ കഴിവുകൾ പതുക്കെ മക്കളൊക്കെ ഒരു പ്രായപൂർത്തിയായതിനു ശേഷം അവരത് തിരിച്ച് രംഗത്തേക്ക് വരും. തീർച്ചയായിട്ടും അവർക്ക് ഇപ്പം ഒരുപാട് കഥാപാത്രങ്ങൾ, ഇപ്പോൾ സിനിമയിൽ പല പ്രമുഖ താരങ്ങളും മൺമറഞ്ഞു പോയി. അവർക്കൊക്കെ ബദൽ വെക്കാൻ പറ്റുന്ന രീതിയിലെ അമ്മവേഷങ്ങൾ അതുപോലെയുള്ള മറ്റുള്ള കഥാപാത്രങ്ങളൊക്കെ അവർക്ക് തേടി വരും. അവർക്കത് ശോഭിക്കാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. മകൾ പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ നീരജ ഗംഗാധരൻ, മകൻ ധനൂജിത് ഗംഗാധരൻ ചെന്നൈയിൽ ഇലക്ട്രിക് എഞ്ചിനീയറുമാണ്. അഭിനയ രംഗത്ത് ഏറെ സജീവമായ ബീനാജിക്ക് ഇനിയും നല്ല വേഷങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും ടി ബാബു, പഴയങ്ങാടി. IC Moon Ice Cream, a Janata Charitable Society product.